ആദ്യം 30 പേജ് വായിക്കാൻ കുറച്ച് വിഷമെടുക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ 40 പേജ് വായിക്കാമെന്ന് തോന്നും ഇല്ലേ? കുറച്ച് ദിവസം കഴിഞ്ഞാൽ 50 പേജ് വായിക്കാമെന്ന് തോന്നും. അങ്ങനെ വായിച്ചു അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ വിങ്സ് ഓഫ് ഫയർ എന്നൊരു പുസ്തകമുണ്ട്. അഗ്നിച്ചിറകൾ എന്നും പറഞ്ഞ് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് വായിക്കണം. വായിക്കുമ്പോഴാണ് ഒരു സാധാരണ വീട്ടിലൊരു കുട്ടി പടിപടിയായി വളർന്ന് ഏറ്റവും മിടുക്കനായി എങ്ങനെയാണെന്ന് കാണുന്നു. അബ്ദുൽ കലാം തന്നെ പറയുന്നുണ്ട്, എനിക്ക് ശരാശരി ബുദ്ധിയുള്ളായിരുന്നു. ക്ലാസ്സിലൊരു സാധാരണ കുട്ടി, അത്രയേ ഉള്ളൂ. പക്ഷേ സാധാരണ കുട്ടിക്ക് ഒരാഗ്രഹം ഉണ്ടായി, എന്ത്? അസാധാരണ ഒരു കുട്ടിയാകണം ഇല്ലേ? കാരണം കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ പെങ്ങളുടെ മാല പണയം വെച്ചാണ് ചേർന്നത്. അപ്പോഴത്തേക്ക് ഇതെല്ലാം തിരിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ ശരിക്ക് പഠിക്കണം എന്നൊരു വാശിയുണ്ടായി പഠിച്ചത് എങ്ങനെയാണെന്നുള്ള കഥ അദ്ദേഹം നല്ല മനോഹരമായിട്ട് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് വായിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ. അബ്ദുൽ കലാമിന് ഇന്ത്യൻ പ്രസിഡൻ്റ് ആയാൽ നമുക്കും ആകാൻ പറ്റൂലേ? ഇന്ത്യൻ പ്രസിഡൻ്റ് ആയാലും നല്ലൊരു സ്ഥാനത്തെത്താൻ സാധിക്കും. സംശയം ചോദിക്കാൻ വേണ്ടി ഒരു കഥ പറഞ്ഞുതരാം. അമേരിക്ക ഒരു വലിയ ശാസ്ത്രജ്ഞൻ നോബൽ സമ്മാനം കിട്ടി. വലിയ മിടുക്കൻ ശാസ്ത്രജ്ഞനായിരുന്നു. ഫിസിക്സിലെ നമ്പർ 1 ശാസ്ത്രജ്ഞനായിരുന്നു. ഐസക് ഇസഡോർ റാബി എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ഐസക് എന്ന് പറയാം എളുപ്പത്തിൽ. ഐസക് നോബൽ സമ്മാനം കിട്ടിയ പത്രക്കാർ പറഞ്ഞു, സാറേ ഒരു കാര്യം ഒന്ന് പറഞ്ഞു പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, എന്താ കാര്യം? നോബൽ സമ്മാനം മേടിക്കാൻ പോകുമ്പോഴുള്ള സംഭവം. അതേ, സാറിന് എങ്ങനെ നോബൽ സമ്മാനം കിട്ടിയതെന്ന് പറയാമോ? കാരണം ഞങ്ങൾക്കൊക്കെ ഇതിൽ ആഗ്രഹമുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അതാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ പുറകിൽ ചെറിയ കഥയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കഥ എന്ന് ചോദിച്ചു. എന്നെ 1ാം ക്ലാസ്സിൽ ആദ്യത്തെ ദിവസം സ്കൂളിൽ ആക്കി അമ്മ. സ്കൂളിൽ ആക്കിയാൽ അമ്മ ഇഞ്ഞ് പോന്നു. ഞാൻ ക്ലാസ്സിലൊക്കെ ഇരുന്ന് വിഷമിച്ച് പുസ്തകമൊക്കെ ചുമന്ന് വീട്ടിലോട്ട് കയറി ചെന്നു. എൻ്റെ വിചാരം വാതിൽ തുറക്കുമ്പോഴേ അമ്മ എന്നെ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, എന്തെങ്കിലും തിന്നാൻ തരുമെന്നായിരുന്നു. ഞാൻ വാതിൽ തുറക്കുമ്പോൾ അമ്മ കസേര ഇരിപ്പുണ്ട്. അമ്മ എന്നെ കണ്ട ഉടനെ എൻ്റെ നേരെ നോക്കി. എന്നിട്ട് ചോദിച്ചു, ഐസക്കെ നീ എത്ര നല്ല ചോദ്യം ചോദിച്ചു. മനസ്സിലായോ? ഐസക്, ഹൗ മെനി ഗുഡ് ക്വസ്റ്റ്യൻസ് യു ഹാവ് ആസ്ക്ഡ് ടുഡേ. ഐസക്കെ നീ എത്ര നല്ല ചോദ്യം ചോദിച്ചു. എനിക്കങ്ങ് ദേഷ്യം വന്നു. ഈ ലോകത്തിൽ ഇങ്ങനൊരു അമ്മയുണ്ടോ? കള്ളിക്കൂടുതൽ ആദ്യമായിട്ട് പോയിച്ച് വിഷമിച്ച് വരുമ്പോൾ വല്ല തീറ്റയും കൊടുക്കുന്നതിന് പകരം ചോദ്യം ചോദിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ പിണങ്ങി അമ്മയോട്. മിണ്ടിയില്ല, ദേഷ്യപ്പെട്ടിരുന്നു. അമ്മ അനങ്ങാൻ പോയില്ല. ഏതായാലും അന്ന് കുറേ നേരം പിണങ്ങിയിരുന്നു. പിന്നെ പോയി വിശന്നപ്പോൾ ആഹാരമൊക്കെ കഴിച്ചു കേട്ടോ. അതെല്ലാം പറ്റുമല്ലോ. പിറ്റേ ദിവസവും ക്ലാസ്സിൽ പോയി. ഈ അമ്മ ചോദിച്ച കാര്യം മറന്നുപോയി. പിറ്റേ ദിവസവും വീട്ടിൽ വന്ന് വാതിലങ്ങ് തുറക്കുകയും അമ്മ, ഐസക്കെ നീ ഇന്ന് എത്ര നല്ല ചോദ്യം ചോദിച്ചു. അപ്പോഴവിടുത്തെ അയ്യോ പണ്ടാരം ഇത് അമ്മ ഇങ്ങനെ ചോദിക്കുമായിരുന്നല്ലോ. പക്ഷേ ഒന്നും മിണ്ടിയില്ല. അമ്മയും മിണ്ടിയില്ല, ഒന്നും വഴക്കൊന്നും പറഞ്ഞില്ല കേട്ടോ. ഒരു 3-4 ദിവസം ഇങ്ങനെ ആയപ്പം ഐസക്കിന് മനസ്സിലായി ചോദ്യം ചോദിക്കാൻ രക്ഷയില്ലെന്ന്. പക്ഷേ ഐസക്ക് ഈ കാര്യം ഓർത്തപ്പോഴെന്നറിയോ, ക്ലാസ്സിൽ ഇരുന്ന് വേറെ താണ്ട് ഓർത്തുകൊണ്ടിരുന്നു. സാറ് താണ്ടൊക്കെ പറഞ്ഞു, ഇവന് വേറെ താണ്ടൊക്കെ ഓർത്തത്. ക്ലാസ് തീരാറായപ്പോൾ അയ്യോ അമ്മ ചോദിക്കുമല്ലോ എന്ന് വിചാരിച്ചു. ചാടി എഴുന്നേറ്റു, ഏതാണ്ടൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ സാറും കുട്ടികളും എല്ലാം കൂടെ ചിരിച്ചു. എന്താ കാര്യം എന്നറിയോ, പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒന്നുമല്ല ചോദിച്ചത്, അവനേതാണ്ട് വായി തോന്നി ചോദിച്ചു. അപ്പോൾ എല്ലാവരും ചോദിച്ചപ്പോൾ ഐസക്കിന് മനസ്സിലായി ചോദ്യം ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ലാസ്സിൽ ശ്രദ്ധിക്കണം അല്ലേ? സാറ് പറയുന്നതിനെപ്പറ്റി ആലോചിക്കണം, ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചുള്ള കുട്ടിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. പിറ്റേ ദിവസം ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന് കേട്ടു സാറ് പറയുന്നതൊക്കെ. അങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കേട്ടപ്പോൾ പല സംശയം ഉണ്ടായി. ധൈര്യമായിട്ട് എഴുന്നേറ്റ് ചോദിച്ചു. വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, ഇന്നൊരു ചോദ്യം ചോദിച്ചു. അമ്മ പറഞ്ഞു മിടുക്കൻ. അദ്ദേഹം പറഞ്ഞു, ചോദ്യം ചോദിച്ചാണ് ഞാൻ നോബൽ സമ്മാനം മേടിച്ചത്. കണ്ടോ, ചോദ്യം ചോദിച്ചാൽ മോശമല്ലേ? നോബൽ സമ്മാനം വരെ മേടിക്കാൻ പറ്റും. അതെ, മോൻ ചോദിക്കാൻ സ്വപ്നകഥകൾ, സ്നേഹകഥകൾ. എൻ്റെ ഒരു പുസ്തകമുണ്ട്, അതിൻ്റെ കല്ലുകൊണ്ടൊരു സൂപ്പ് എന്നൊരു കഥയുണ്ട്. അത് കുട്ടികൾക്ക് വേണ്ടി പുനരാവിഷ്കരിച്ചിരിക്കുന്ന കഥയാണ്. അതായത് ഒരു പട്ടാള ക്യാമ്പിന് 2-3 പട്ടാളക്കാർ വരികയായിരുന്നു നാട്ടിലോട്ട്. അപ്പോൾ അവർ ഒത്തിരി നടന്ന് അന്നത്തെ കാലത്ത് വരുന്നത്. അപ്പോൾ ഒരു ഗ്രാമത്തിൽ ചെന്നു. അപ്പോൾ ഈ പട്ടാളക്കാർ വരുന്നതാണ്ട് ഗ്രാമീണർക്കറിയാം ശൈല്യമാണ്. ഇവന്മാർ വന്നാൽ അത് വേണം ഇത് വേണം എന്നെല്ലാം ചോദിക്കും. ഇവന്മാർ ദൂരെ നിന്ന് വരുന്ന കണ്ടുകൊണ്ട് ഇപ്പോൾ വീട്ടുകാരെല്ലാം എന്ത് ചെയ്യുന്നറിയോ, ആ നാട്ടിലുള്ളവരെല്ലാം വാതിലെല്ലാം അടച്ച് ലൈറ്റും എല്ലാം കെടുത്തി കിടന്നുള്ള മറ്റേ ഉറക്കം എല്ലാവരും. ഉടനെ ഇവർ വന്നൊരു വാതിൽ മുട്ടി, തുറക്കുന്നില്ല, അടുത്ത വാതിൽ മുട്ടി, അവസാനം മുട്ടി തുറപ്പിച്ചിട്ട് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും വേണം. ഉടനെ ഇവർ അയ്യോ എന്നെ ഭയങ്കര ക്ഷാമമാണ്, ഇവിടെ ഒന്നുമില്ല, ഞങ്ങൾക്ക് ഒന്നും തരാനില്ല എന്നൊക്കെ ആയി ഇവർ ഒത്തുണ്ടാ.
അപ്പോൾ ഇവർ പറഞ്ഞു ഒന്നും വേണ്ടായിരുന്നു, പക്ഷേ ഒരു ഒരു 3-4 കല്ല് കിട്ടിയാൽ മതിയായിരുന്നു, ഞങ്ങളതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കിക്കൊള്ളായിരുന്നു പറഞ്ഞു. അപ്പോൾ താല്പര്യമായി, ആ കല്ല് മതിയോ എന്നാൽ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. ഉടനെ ആരാണ്ട് പേര് 5-8 നല്ല കല്ലെടുത്തുകൊണ്ട് വന്നു. ഉടനെ നല്ല കല്ല് സൂപ്പ് ഉണ്ടാക്കേണ്ട ഒരു അടുപ്പ് വേണമായിരുന്നു. ഒരു 3-4 കല്ല് കിട്ടിയിരുന്ന അതേ വെച്ച് ഉടനെ ആരാണ്ട് 4 കല്ലുണ്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഉടനെ അല്ല വലിയൊരു പാത്രം വേണ്ടേ നമുക്ക് സൂപ്പ്, ഞങ്ങൾ മാത്രമല്ല കുടിക്കുക, നമ്മളെല്ലാവരും കൂടി കുടിക്കാൻ പോകുന്നു, ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും കൊണ്ട് സൂപ്പ് തരാൻ പോവുക. അപ്പോഴത്തേക്ക് അപ്പോൾ ഏറ്റവും വലിയ പാത്രം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ വലിയൊരു അടുപ്പ് കൂടി ഏറ്റവും വലിയ പാത്രം അവിടെ കൊണ്ടുവച്ചു കഴിയുക. അവർ തന്നെ നാട്ടുകാർ തന്നെ കഴിയും, എല്ലാവർക്കും താല്പര്യമായി. കല്ലുകൊണ്ട് ഇതുവരെ ഒത്തിരി സൂപ്പ് ഞങ്ങൾ ഉണ്ടാക്കേണ്ടി, കല്ലുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കുന്നത് പഠിച്ചിട്ടില്ല. അതൊന്ന് നിങ്ങളെ ഞാൻ പഠിക്കാം, ഞങ്ങൾ ഈ പട്ടാളത്തിൽ ഇങ്ങനെയാണ് കല്ലുകൊണ്ടാണ് സൂപ്പ് ഉണ്ടാക്കുന്നത്. ഉടനെ പാത്രം കഴുകി വെച്ചു, കല്ല് നന്നായിട്ട് കഴുകി അതിൻ്റെ അകത്തിട്ടു. കല്ല് കഴിയപ്പെട്ടതേ ഇവർ പറഞ്ഞു അല്ല കുറച്ച് നല്ല വെള്ളം വേണമായിരുന്നു ഇതിൻ്റെ അകത്ത് ഒഴിക്കാൻ. അപ്പോൾ ആരാണ്ട് പോയി 2 കുടം വെള്ളം 3-4 കുടം വെള്ളം കൊണ്ട് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല ഈ സൂപ്പ് അങ്ങോട്ട് കുറുകി വരുന്ന സമയത്ത് അതിന് നല്ല ശരിക്കുമുള്ള ടേസ്റ്റ് വരണേ കുറച്ച് ഈ ക്യാരറ്റ് അതിൻ്റെ അകത്ത് മുറിച്ചിട്ട് നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അയ്യോ അതിന് വിഷമമില്ല. അപ്പോൾ അതുവരെ പറഞ്ഞ ക്യാരറ്റ് ആണ്ടിൽ അവിടെ ഉണ്ടായില്ലെന്ന്. ഉടനെ ആരാണ്ട് ഒരു കുട്ട ക്യാരറ്റ് എടുത്തോണ്ട് നമുക്ക് എല്ലാവരും കൂടെ പൊളിക്കാമെന്ന് പറഞ്ഞു. അരിഞ്ഞ് അവിടെ ഇട്ടു. ഇങ്ങനെ അവർ ഓരോന്നും ആവശ്യപ്പെടാൻ തുടങ്ങി. അല്ല ശരിക്കും സൂപ്പാണെങ്കിലുണ്ടല്ലോ കുറച്ച് ഈ മട്ടൺ കഷ്ണങ്ങൾ കിട്ടാമെങ്കിൽ ഗംഭീരായെന്ന് പറഞ്ഞു. അപ്പം അതുവരെ അവിടെ ഇറച്ചിയില്ലായിരുന്നവർ ഒരാൾ പറഞ്ഞു ഞാൻ തട്ടുംപുറത്ത് കുറച്ച് ഒടിച്ചു വെച്ചിട്ട് എടുത്തുകൊണ്ടിരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവർ ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എല്ലാവരുടെ ആഗ്രഹം എന്താണ് ഈ കല്ലുകൊണ്ടുള്ള സൂപ്പ് ഉണ്ടാക്കിയൊന്ന് കുടിക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചോദിച്ച് ഈ നാട്ടുകാർ പാവങ്ങളാണ്, അവർ ഇന്നസെൻറ്റാണ്, നിഷ്കളങ്കരായ മനുഷ്യരാണ്. അവരുടെ നിന്ന് ഓരോ സാധനങ്ങളും എടുത്ത് ഇട്ടിട്ട് അവസാനം തിളപ്പിച്ച് ഒന്നാന്തര സൂപ്പ്. അവരുടെ നാട്ടുകാരെല്ലാം കൂടെ അവിടെ കൂടി കഴിയാൻ പറഞ്ഞു നമ്മൾ ഈ സൂപ്പ് വെറുതെ കുടിച്ചാൽ മതിയോ, നമുക്കെല്ലാം കൂടി ഡാൻസ് ചെയ്ത് വേണേ കുടിക്കാൻ, വെറുതെ കുടിച്ചാൽ പോരാ. അപ്പോൾ വരാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് ഓരോ പുരുഷനും സ്ത്രീയും കൂടെ കയ്യെ പിടിച്ചു ഇതിന് ചുറ്റും നിന്ന് ഭയങ്കര ഡാൻസ് ചെയ്ത് പാട്ടൊക്കെ എല്ലാം കഴിഞ്ഞ് സന്തോഷമായിട്ട് സൂപ്പ് വിളമ്പി എല്ലാവരും കുടിച്ചു, വയറ് നിറച്ച് കുടിച്ചു. ഈ സൂപ്പിൻ്റെ സ്വാദം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഗ്രാമത്തിലെ മൂപ്പൻ തന്നെ വന്ന് പറഞ്ഞു ഇതിലൊരു പട്ടാളക്കാരൻ എൻ്റെ വീട്ടിൽ കിടന്നാൽ മതി ഇന്ന്, വെറുതെ പോയി മണലൊന്നും കിടക്കാൻ പറ്റിയില്ല. ഓരോരുത്തരും ഓരോ പട്ടാളക്കാരെ വീതിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിച്ച് കിടത്തി ഉറക്കി. പിറ്റേ ദിവസം രാവിലെ ഇവരൊക്കെ എല്ലാ ആഹാരം പൊതിഞ്ഞു കെട്ടി സഞ്ചരിക്കാനുള്ള കൊടുത്ത് തിരിച്ചു വിട്ടു. എങ്ങനെയാണ് കല്ലുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കിയെന്ന് അവസാനം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്നറിയോ, കല്ലുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കാം, നമ്മളെല്ലാം കൂടെ യോജിച്ചിരുന്നാൽ മതി. കല്ലവിടെ ഇട്ടു, കൂടെ ക്യാരറ്റ് ഇട്ടു, മസാല ഇട്ടു, അതിട്ടു ഇതിട്ടു, അവസാനം സൂപ്പായി. അപ്പോൾ വലിയൊരു മോറലാണ് കാണിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും കൂടെ സഹകരിച്ചാൽ ഒന്നുമില്ലെന്ന് പറയുന്നൊരു ഗ്രാമത്തിലും എല്ലാം ഉണ്ടാകും, എല്ലാവർക്കും വയറ് നിറച്ച് കുടിക്കാനുള്ള സൂപ്പ് ഉണ്ടാകും. മാത്രമല്ല ആ സൂപ്പ് കുടിക്കുന്നതിന് മുമ്പ് എല്ലാവരും കൂടി കയ്യെ പിടിച്ച് ഡാൻസ് ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാകും അല്ലേ. ആ സന്തോഷവും സഹകരണവും എല്ലാം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് കാണിക്കുന്ന ഒരു കഥയാണ്. വീട്ടിൽ പഠിക്കാൻ ചെല്ലുമ്പം അവിടുത്തെ അമ്മ 3 വയസ്സുണ്ട് മകൾക്ക്, ഇവരുടെ മകൾക്ക് 3 വയസ്സ് കഷ്ടിയാകുന്നുള്ളൂ. അപ്പോൾ ഈ കൊച്ചിനെ കിൻഡർ ഗാർട്ടനിൽ ചേർക്കാൻ വേണ്ടി എൻട്രൻസ് ടെസ്റ്റ് പഠിപ്പിക്കുക. അതായത് കാണാപ്പാടം പഠിപ്പിക്കുക ഇങ്ങനെ ഓരോ സാധനങ്ങൾ. അപ്പോൾ ഇത് കേട്ടാണ് ഞാൻ മുറ്റത്തോട്ട് ഞങ്ങൾ രണ്ടും കൂടെ ചെല്ലും. അപ്പോൾ ഞങ്ങൾ ഈ ദൂരെ നിന്ന് കേൾക്കാം, ചിരിച്ചോണ്ടാണ് ചെല്ലുന്നേക്കാം. അപ്പോൾ ഈ അമ്മ ഗൗരവത്തിരുന്ന് മകളോട് ചോദിക്കുക, മകൾക്ക് കഷ്ടിച്ച് 3 വയസ്സായിട്ടുള്ളൂ, ആകാശത്തുകൂടി പറന്ന് നടക്കുന്ന ഒരു ജന്തുവിൻ്റെ പേര്. ഇതൊക്കെ ചോദിക്കുമെന്നാണ് ഇവർ പറയുന്നത് ഈ സ്കൂളിൽ ചെല്ലും. ആകാശത്തോട് പറന്ന് നടക്കുന്ന ജന്തുവിൻ്റെ പേര്. പെട്ടെന്ന് കൊച്ച് കുതിര എന്ന് പറഞ്ഞു. ഒറ്റയടി. ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ അടിയും കഴിഞ്ഞ് കുതിര എന്ന് പറച്ചിലും അടിയും കഴിഞ്ഞ് പിന്നെ കരച്ചിലും തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾ ചെല്ലും. അപ്പം ഞാൻ ഈ കൊച്ചിനെ എടുത്ത് തോളയിട്ട് സമാധാനിപ്പിച്ച് പുറത്തിറങ്ങി. അപ്പോൾ എൻ്റെ ഭാര്യ അകത്ത് കയറി ഇവളെ ചാടിച്ചു. എടി ഈ കൊച്ചിനെ തല്ലിയാണോ പഠിപ്പിക്കുന്നത്? അപ്പോൾ ഇവർക്ക് കുറച്ചുകൂടെ ദേഷ്യമായി. പിന്നെ 2 മക്കളും വലിയ എഞ്ചിനീയർ ആകുമ്പം ഉപദേശിക്കാൻ എളുപ്പമാണ്. എൻ്റെ കിൻഡർ ഗാർട്ടൻ എൻട്രൻസാണ്. അപ്പോൾ ഞാൻ ഇവളോട് വർത്തമാനം പറഞ്ഞു ചോദിച്ചെടി. അപ്പോൾ ഇവള് കരച്ചിൽ കഴിയുമ്പോൾ ഞാൻ ചോദിച്ചെടി ഇങ്ങനെ, എടി അമ്മ എന്താടി ചോദിച്ചത്? ആകാശത്തിൽ പറഞ്ഞ ജന്തുവിൻ്റെ പേര്. അപ്പം നീ എന്താ പറഞ്ഞത്? കുതിര. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? അയ്യോ മാമൻ ഇത്ര വിവരമില്ലേ. അതായത് ഈ രാജകുമാരിയെ മന്ത്രവാദി കട്ടുകൊണ്ട് പോകുമ്പോൾ രാജകുമാരൻ പോയി രക്ഷിച്ചത് എങ്ങനെയാണ്? പറക്കുന്ന കുതിരയെ പോയി അല്ലേ രക്ഷിച്ചത്. മാമൻ ഇത്ര വിവരമില്ലേന്ന് ചോദിച്ചു. ഏതായാലും ഞാൻ അകത്ത് ഈ കൊച്ചിൻ്റെ അമ്മയോട് പറഞ്ഞു, 3 വയസ്സുകാരുടെ കുതിര പറക്കും, അത് പറക്കണം, പറന്നില്ലല്ലോ അപകടം, കുറച്ച് നാളുകൂടെ അവളുടെ കുതിര പറന്നോട്ടെ.
ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ല ചുറ്റുപാട്. ഇതെല്ലാം നമുക്ക് കഥയാക്കാൻ പറ്റും. നിങ്ങളോട് വർത്തമാനം പറഞ്ഞാൽ നിങ്ങളൊരു അനുഭവം പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട് പിന്നീട് നമ്മൾ ഇങ്ങനെയാണ് നമുക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇളയ മകൻ്റെ കുട്ടി കിൻഡർ ഗാർട്ടനിൽ ചേരുന്ന പഠിക്കുന്ന 2.5 വയസ്സൊക്കെ ഉള്ളവർക്ക്. ഇവളാണ് ഒരു 6 തെമ്മാടിയാണ്. ഇപ്പം വീട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങളെ ശരിയാക്കാൻ വേണ്ടി. ഇപ്പം 4ാം ക്ലാസ്സിലായി. അപ്പോൾ ഞാൻ HL മാർക്കറ്റിൽ പോകുന്ന പറഞ്ഞ് എഴുന്നേറ്റു. ബാംഗ്ലൂർ ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര മഴ, ഭയങ്കര ചെളിയും. ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഒരു അലമ്പ് സ്ഥലമാണ്. റോഡിലേക്കൂടെയൊക്കെ നടക്കാനൊന്നും പറ്റില്ല മഴ പെയ്ത. അപ്പോഴത്തേക്ക് ഇവിടെ ചാടി കഴിഞ്ഞു. ഞാനും വരുന്നു അപ്പൂപ്പാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ നീ വരണ്ട, ഭയങ്കര മഴയാണ്, അവിടെയൊക്കെ അപ്പടി വൃത്തിയിടുക. ഒരു വൃത്തിയിടുമില്ല അവിടെ, ഞാൻ വന്നോളാം. അവളുടെ ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ ചന്ത. മനസ്സിലായി? കാരണം ചന്തയാണ് അവളെ സംബന്ധിച്ച് ഏറ്റവും ആവേശകരമായ സ്ഥലം. ഞാനും വരും എന്ന് പറയുക. ഭയങ്കര കരച്ചില, കള്ളക്കരച്ചിലാണ്, നമുക്കറിയാതെ. കാരണം ഈ കാര്യം നേടാനുള്ള കരച്ചില. ഏതായാലും ഇവിടെ കള്ളക്കരച്ചിലാണെങ്കിലും ഞാൻ പറഞ്ഞാൽ നീ പോരാൻ പറഞ്ഞു. ഇവിടെയും പിടിച്ചുകൊണ്ട് ഈ കുടയൊക്കെ പിടിച്ച് ഞങ്ങൾ ഈ മാർക്കറ്റിൽ ചെന്നു. മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഇവൾക്ക് അങ്ങോട്ട് സന്തോഷം സഹിക്കാൻ പറ്റില്ല. എന്താണെന്നറിയോ, ഈ റോഡ് മുഴുവൻ, വഴി മുഴുവൻ ഈ സാധനങ്ങൾ കിടന്ന് ചീഞ്ഞ് ഈ സ്പോഞ്ച് പോലെയാണ് കിടക്കുന്നത്. അതിൽ കൂടെ ചവിട്ടി പോകുമ്പോൾ എന്തൊരു സുഖമാണ് നമുക്കല്ല, കൊച്ചിന് എന്തൊരു സന്തോഷമാണെന്ന്. ചവിട്ടുന്നു, വെള്ളം തെറിപ്പിക്കുന്നു. എടീ ഞാൻ നിൻ്റെ മേത്തെല്ലാം തെറിക്കും. തെറിച്ചോട്ടെ അപ്പോൾ അതിനിപ്പോൾ എന്താ, കാരണം വെള്ളം തെറിക്കാനുള്ളതല്ലേ അവളുടെ ചോദ്യം. ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു മരത്തിൽ കുറേ കുരങ്ങന്മാരിരുന്ന് ചാടുന്നു. ഉടനെ അവിടെ നിന്ന് ഈ മഴ നനഞ്ഞ് കുറേ തന്നെ ഈ കുരങ്ങന്മാരെ കണ്ടു. അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ചന്തയ്ക്കകത്ത്, ചന്ത എന്ന് പറയുമ്പോൾ മഹാവൃത്തികേടാണ്, പക്ഷേ ഒത്തിരി സാധനങ്ങളുണ്ട്, നമ്മുടെ കൂട്ടല്ല, നല്ല വിലക്കുറവ്. അപ്പോൾ ഈ ചന്തയ്ക്കകത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഈ ചന്തയുടെ നടുക്ക് ഒരു വലിയൊരു എരുമ നിൽക്കുന്നു. എരുമയെ കണ്ടു പറഞ്ഞാൽ ഇവളുടെ സന്തോഷം സഹിക്കാൻ വരെ. എരുമ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക നിന്ന്, ഏതാണ്ടൊരു അത്ഭുത ജീവിയാവുന്നത്. നമുക്കാണെങ്കിൽ ദേഷ്യവും വരും, പിടിച്ചാൽ ഇവിടെ വരികയില്ല. അപ്പം നമുക്ക് ആ കുട്ടിയുടെ സൈക്കോളജി അറിയാൻ വരതാണ്. അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ ഈ എരുമ മൂത്രമൊഴിക്കാൻ തുടങ്ങി. ഉടനെ ഇവൾക്ക് ഇരട്ടി സന്തോഷമായി, കാരണം ഈ മൂത്രമൊഴിക്കുന്നത് കാണാമല്ലോ. പുറകെ അപ്പിയിടുന്നു. അപ്പോൾ ഈ മൂത്രമൊഴിക്കാൻ ചാണകമായിട്ട് നിൽക്കുമ്പോൾ ഇവളിങ്ങനെ കണ്ണ് മിഴിച്ച് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇവളെ നോക്കാൻ തുടങ്ങി അന്നേരത്തേക്ക്. കാരണം ഇവളുടെ സന്തോഷം കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. എഴുത്തുകാരെന്നുള്ളതിൽ ഞാൻ ഇവളെ ഇങ്ങനെ ശ്രദ്ധിക്കുക. ഇവളിങ്ങനെ മഴയൊന്നും അറിയുന്നില്ല. ഇവൾ ഈ എരുമയുടെ ഈ അകത്തൂടെ ഈ വരുന്ന സാധനം നോക്കി നിൽക്കുകയാണ്. അതായത് ഈ മൂത്രവും ഈ ചാണകവും അതങ്ങോട്ട് മുഴുവൻ താഴെ വീണ് ഈ മൂത്രം അങ്ങ് തീർന്ന ഉടനെ ഇവളെ എൻ്റെ നേരെ തിരിഞ്ഞിട്ട്, അപ്പൂപ്പ ഈ എരുമയ്ക്ക് എന്തൊരു ഭംഗി. ഞാൻ വീട്ടിൽ ചെന്ന് ആദ്യം ചെയ്തതാണെന്നറിയോ, ഇതൊരു കഥയാക്കുക എന്ന്. അന്നേരമാണ് ഞാനും അറിയുന്നത് ഈ എരുമയ്ക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന്. വാസ്തവത്തിൽ നോക്കിയാൽ എരുമ ഒരു മനോഹരമായ ജന്തുവാണ് അല്ലേ. നമ്മളെ എരുമയുടെ ഭംഗി കാണാൻ നമുക്ക് കഴിവില്ലാത്ത പ്രശ്നം അല്ലേ. നമ്മൾ കുരങ്ങനെ കാണുമ്പം അവനൊരു വെറും കുരങ്ങനാണെന്ന് പറയും. നമ്മൾ പറയും നമ്മൾ ചിരിക്കും കുരങ്ങൻ ഇളിക്കുമെന്ന്. കുരങ്ങൻ ഇരുന്ന് ഇളിക്കുമ്പം കുരങ്ങത്തിയോട് ചോദിച്ചു നോക്കണം. കുരങ്ങത്തി പറയും മനുഷ്യൻ ഇളിക്കുക, എൻ്റെ ഭർത്താവ് ചിരിക്കുക എന്ന് പറയും. ശരിയല്ലേ? അപ്പോൾ കുഞ്ഞിൻ്റെ കണിയിൽ കൂടെ നോക്കുമ്പം എരുമയ്ക്ക് നല്ല ഭംഗിയാണ്. കാരണം എരുമയ്ക്ക് സൗന്ദര്യമുണ്ട്. അപ്പോൾ എരുമയുടെ സൗന്ദര്യം എന്നെ കാണിച്ചു തന്ന ഈ 2 വയസ്സുകാരിയാണ്. അപ്പോൾ കുട്ടികളുടെ മനസ്സിൻ്റെ ഗുണമായത്, എല്ലാം കണ്ട് ആസ്വദിച്ച് സന്തോഷിക്കും. അപ്പോൾ ആ കുട്ടികളുടെ മനസ്സ് നിങ്ങൾ കളയരുത് വലുതാകുമ്പോഴും. ഇപ്പോൾ കുട്ടി ഓടി നടക്കുമ്പം കാണുന്ന കാര്യങ്ങളും ചിന്തിക്കുന്ന കാര്യം, സന്തോഷിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. നമ്മുടെ കൊച്ചുങ്ങളെ കാണാറില്ലേ നമ്മൾ. ആ മനോഭാവം നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾ വലുതാകും തോറും മിടുക്കരായി വരും. ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എല്ലാ വിജയത്തിനും കാരണം പ്രായമായപ്പോഴും എൻ്റെ ഉള്ളിലൊരു കുട്ടി ജീവിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടി ജീവിക്കുന്നതാണ് ചുറ്റുപാട് ഇങ്ങനെ കണ്ട് അത്ഭുതപ്പെട്ട് അതിനെപ്പറ്റി സംശയം ചോദിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാകും. വയസ്സന്മാർക്ക് സംശയമൊന്നും വരികയില്ല അല്ലേ. കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ എല്ലാത്തിനും സംശയവും. ആ സംശയത്തിൽ നിന്നാണ് കണ്ടെത്തലുണ്ടാകുന്നത്. വേണമെന്ന് വിചാരിച്ചാൽ, പഠിക്കാൻ തയ്യാറായാൽ, പഠനം ഒരു തപസ്സാക്കി എടുത്താൽ അല്ലേ, ധാരാളം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ, സംശയം ചോദിക്കാൻ തുടങ്ങിയാൽ, ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയാൽ, വലിയ സ്വപ്നം കാണാൻ തുടങ്ങിയാൽ അല്ലേ, ഇങ്ങനെയൊക്കെ വളർന്നു വന്നാൽ ലോകത്തിലെ ഏത് കുട്ടിക്കും ആരുമാകാൻ സാധിക്കും. ആകാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോഴും ഇപ്പോൾ ഇച്ചിരി ധൈര്യമൊക്കെ വന്നിട്ടുണ്ടല്ലേ. വേണമെങ്കിൽ ഒരു മേടക്കൂരി ആകാൻ പറ്റും എന്ന് തോന്നുന്നില്ലേ? വേണമെങ്കിൽ ഏത് നിലയിൽ ഉയരാൻ പറ്റും എന്ന് തോന്നുന്നവരെല്ലാം ഒന്ന് കൈപോക്കി. ഏത് നിലയിൽ ഉയരാൻ പറ്റുമെന്ന്. നിങ്ങൾ ഇത്രയും പേര് കൈപോക്കിയാൽ പിന്നെ നമ്മുടെ ക്ലാസ് വിജയിച്ചതുകൊണ്ട് വല്ല സംശയമുണ്ടോ? അപ്പോൾ ഇന്ന് മുതൽ പ്രതിജ്ഞ എടുക്കണം. ഇനി കൈ താത്തിക്കൂ. എന്താ പ്രതിജ്ഞ? ഒറ്റ കാര്യത്തിൽ പ്രതിജ്ഞ എടുത്താൽ മതി. ഏതാ? ദിവസം എത്ര പേജ് വായിക്കും? മോള് 30 പേജാണ് വായിക്കുക. അപ്പോഴല്ലേ
നമ്മളൊക്കെ എത്ര പേജ് വായിക്കും? 10 പേജ് വായിച്ചാൽ മതി കേട്ടോ. ഇല്ലേ? 5ാം ക്ലാസ്സിലായല്ലോ. 7 ചോദിച്ചു.